നമസ്കാരം ടീച്ചർമാരെ. പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വേർഷൻ 20.3.1 വന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ പോവുക. പ്ലേ സ്റ്റോർ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് പോഷൻ ട്രാക്കർ സെർച്ച് ചെയ്യുക. പോഷൻ ട്രാക്കറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പോഷൻ ട്രാക്കർ വരും. അപ്പോൾ പുതിയ വേർഷനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാട്സ് ന്യൂ ഓപ്പൺ ചെയ്യുക. വാട്സ് ന്യൂ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാം രണ്ടെണ്ണം. ഒന്ന് അംഗൻവാടി വർക്കർ ഹെൽപ്പർ പ്രൊഫൈൽ നെയിം ആൻഡ് ആധാർ നമ്പർ എനേബിൾ ഇഫ് ആധാർ ഈസ് നോട്ട് വെരിഫൈഡ്. രണ്ടാമത്തെ പ്രൊഫൈൽ ഫീൽഡ് നെയിം ആധാർ DOB ആർ മെയ്ഡ് മാൻഡേറ്ററി ഫീൽഡ്സ്. അതായത് നമ്മൾ അംഗൻവാടി വർക്കറുടെ ആയാലും ഹെൽപ്പറുടെ ആയാലും പ്രൊഫൈലിൽ നെയിമും ആധാറും DOB ഒക്കെ മാൻഡേറ്റ് നിർബന്ധമായി അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ട്. അതേപോലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ പ്രൊഫൈലിൽ നെയിമും നമുക്ക് ഇനി തൊട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ആധാർ വെരിഫൈ ആവുന്നത് വരെ. ഇതാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതാ പുതിയ വേർഷൻ കാണാം. 20.3.1 ഇവിടെ കാണാൻ പറ്റും. അതാണ് പുതിയ വേർഷൻ. അപ്പോൾ നമുക്കിനി കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമുക്കിനി നേരിട്ട് അപ്ഡേറ്റിലേക്ക് കിടക്കാം. പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുക. ചെറിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റ് പെട്ടെന്ന് ആയിക്കോളാം. അപ്ഡേറ്റ് ജസ്റ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പുതിയ വേർഷൻ ഓപ്പൺ കൊടുത്തതിന് നമ്മുടെ പോഷൻ ട്രാക്കറിൻ്റെ മെയിൻ പേജിലേക്ക് പോകും. അവിടെ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. ഓൾറെഡി ഇപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അംഗൻവാടി വർക്കറും ഹെൽപ്പറേയും പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ പറയാൻ പോവുകയാണ്. വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് 2-3 എക്സാമ്പിൾ വെച്ചിട്ട് 3-4 കേസ് വെച്ചിട്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ടീച്ചറുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കി നോക്കാം. മൊബൈൽ നമ്പറും അതേപോലെ MPIN അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കി നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. സ്ഥിരം പറയുന്ന പോലെ മൊബൈൽ നമ്പറും അതേപോലെ MPIN തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ഥിരം കാണുന്ന പോലെ അവിടെ വേർഷൻ 20.3.1 നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ വേർഷനാണ്. അവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി വരും. ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഈ പ്രൊഫൈൽ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ പോഷൻ ട്രാക്കർ ഡാഷ്ബോർഡിൽ ടീച്ചർമാരുടെ പേര് 2 സ്ഥലത്താണ് വരിക. ഒന്ന് ഈ ഡാഷ്ബോർഡിൻ്റെ മെയിൻ പേജിൽ മീതെ പേര് അംഗൻവാടി സെൻറ്റർ കോഡ് കാണാം. അവിടെ ഞാൻ മാർക്ക് ചെയ്ത പോലെ അവിടെ കാണാം. അതേപോലെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ കാണാൻ സാധിക്കും. ഏറ്റവും മീതെയായിട്ട് പേരും ഫോൺ നമ്പറും വ്യൂ പ്രൊഫൈൽ. നമ്മൾ ഈ വ്യൂ പ്രൊഫൈലിൽ അമർത്തിയിട്ടാണ് നമ്മൾ ടീച്ചർമാരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. ഒരു പുതിയ ടീച്ചർ ഒരു അംഗൻവാടിയിൽ ജോയിൻ ചെയ്തതിന് തന്നെ പെർമനൻ്റ് ആയിക്കോട്ടെ ടെമ്പററി ആയിക്കോട്ടെ നമ്മൾ ഓഫീസിൽ നിന്ന് ആ ടീച്ചറുടെ പേരിൽ ആ സെൻറ്ററിൻ്റെ ഡാഷ്ബോർഡ് സെറ്റാക്കി കൊടുക്കാറുണ്ട്. ആ പേര് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ 2 സ്ഥലത്തും കാണാൻ സാധിക്കുക. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്താലും ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ വരാൻ സമയമെടുത്താലും ഇവിടെ പെട്ടെന്ന് നമുക്ക് വരും. ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ് നോക്കാം. വ്യൂ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടീച്ചറുടെ ആധാർ വെരിഫൈ ആയിട്ടുണ്ട്. ആധാർ നമ്പർ വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആധാർ നമ്പറിൻ്റെ അപ്പുറത്ത് 2 ടിക്ക് കണ്ടു. അപ്പോൾ ആധാർ വെരിഫൈ ആയി എന്നാണ് അർത്ഥം. ടീച്ചർ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത ആധാർ വെരിഫൈ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം ആഷ് കളറിൽ, അതായത് വെരിഫൈ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വെരിഫൈ ആയി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലൊരു അപ്ഡേറ്റോ ചേഞ്ചോ വരുത്താൻ പറ്റില്ല. കറക്റ്റായിട്ട് വെരിഫൈ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്? ആധാർ നമ്പറും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡർ ആയിരുന്നു. അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടൊക്കെ വെരിഫൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം മൊബൈൽ നമ്പറും അതേപോലെ അംഗൻവാടി നെയിമും കോഡും ഈ കാര്യങ്ങളും കൂടി എപ്പോഴും ആഷ് കളറിൽ തന്നെയാണ് വരാറ്. അത് ഓൾറെഡി അതിൽ ഫെച്ച് ആയിരിക്കാണ്ട് മെയിൻ ഡാഷ്ബോർഡിൽ നിന്ന് ഫെച്ചായിട്ട് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുക ഈ അംഗൻവാടി സെൻറ്ററും കോഡും. ഇത് ഓൾറെഡി എൻ്റർ ചെയ്ത ആധാർ വെരിഫൈ ആയ കേസാണ്. വേറെ കേസ് നോക്കാം. നമുക്ക് ഹെൽപ്പറുടെ കേസ് നോക്കാം. ഹെൽപ്പറുടെ കേസ് നോക്കാൻ വേണ്ടി അംഗൻവാടി ഹെൽപ്പർ പ്രൊഫൈൽ എടുക്കുക. അവിടെ എടുക്കുന്ന സമയത്തും ടീച്ചർ ആധാർ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ അപ്പോൾ ഇനി ആധാർ വെരിഫൈ ആയി വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. ഇത് നമുക്ക് ഈ ടീച്ചറുടെ പ്രൊഫൈലിൽ നിന്ന് ലോഗൗട്ട് ചെയ്തിട്ട് വേറൊരു ടീച്ചറിനെയും കൂടി നോക്കാം. ഈ ടീച്ചറുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തത്. ആ 2 ആധാർ, അതായത് വർക്കറും ഹെൽപ്പറിനും നമ്മൾ ആധാർ ഓൾറെഡി വെരിഫൈ ചെയ്തിരുന്നു. ആധാറൊക്കെ അടിച്ചു കൊടുത്തിരുന്നു. അതിൽ ടീച്ചറുടെ ആധാർ വെരിഫൈ ആയിരുന്നു. ഇപ്പോൾ അതിൽ എന്താ മാറ്റം വന്നിരിക്കുന്നത് നോക്കാം. വർക്കറുടെ കേസിൽ ഹെൽപ്പറുടെ കേസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതേപോലെ വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ എടുക്കാൻ മോർ പോയിട്ട് വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടീച്ചറുടെ പ്രൊഫൈൽ വരും. ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടീച്ചറുടെ ആധാർ വെരിഫൈ ആയതുകൊണ്ട് മറ്റ് പഴയ ടീച്ചർ അതേപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം അതൊക്കെ ആഷായിട്ട് കിടക്കണം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി പ്രൊഫൈൽ വെരിഫൈ ആയതാണ്. പിന്നെ അതിൽ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് ആധാർ നമ്പറും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ നിങ്ങൾക്കറിയാം ക്യാഷ് മൊബൈൽ ഫോൺ നമ്പറൊക്കെ ആഷിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വെരിഫൈ ആയിട്ടുമുണ്ട്.
ഇനി നമുക്ക് ഇതിന് പുറമെ സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന ഒരു അംഗൻവാടി സെൻറ്ററും അംഗൻവാടി സെൻറ്റർ കോഡും അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അംഗൻവാടി ഹെൽപ്പർ പ്രൊഫൈൽ എടുത്ത് നോക്കാം. അവിടെ നോക്കുന്ന സമയത്ത് കാണാം ആധാർ നമ്പറും നെയിമും ഹെൽപ്പറുടെ പേരാണ്. ആധാർ നമ്പർ വെരിഫൈഡ്. മുമ്പ് ഹെൽപ്പറുടെ പ്രൊഫൈൽ വെരിഫൈ ആയിരുന്നില്ല. എനിക്കും ഫസ്റ്റായിട്ടാണ് ഒരു ഹെൽപ്പറുടെ പ്രൊഫൈൽ വെരിഫൈ ആയി കിട്ടിയത്. നമ്മൾ കുറച്ച് മുമ്പ് അടിച്ചതാണ്, പക്ഷേ പ്രൊഫൈൽ വെരിഫൈ ആവുന്നുണ്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം കണ്ടോ ഒരു പച്ച ടിക്ക് മാർക്ക്. ഇതുവരെ വേറെ ആരെയും ഹെൽപ്പർമാരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയില്ല, പക്ഷേ ഈ ഹെൽപ്പറുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അതായത് വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും വരുന്നുണ്ടെന്ന് മനസ്സിലായി പുതിയ അപ്ഡേറ്റ് പ്രകാരം. അപ്പോൾ അതും ഇതിലൂടെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു കേസും കൂടി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈൽ നോക്കിയത്. ഇതിൽ അംഗൻവാടി സെൻറ്ററും അതേപോലെ അംഗൻവാടി സെൻറ്റർ കോഡും ആഷ് കളറിലാണ്. ഇനി നമുക്ക് ലോഗ് ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. ഈ ഒരു കേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈൽ ലോഗിൻ ചെയ്തത്. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കി നോക്കാം. ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഓൾറെഡി ആധാർ നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ വെരിഫൈ ആയിട്ടില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ടീച്ചറുടെ പേര് കറക്റ്റ് അല്ല. മുമ്പ് ടീച്ചർ ഓഫീസിലേക്ക് വിളിച്ച് ഓഫീസിന് ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ പുതിയ അപ്ഡേറ്റ് പ്രകാരം ആധാർ വെരിഫൈ ആകുന്നത് വരെ ടീച്ചർമാർക്ക് തന്നെ വ്യൂ പ്രൊഫൈലിൽ കയറിയിട്ട് അവരുടെ പേരിൽ വന്ന ചേഞ്ച് കറക്റ്റായിട്ട് ആധാർ വെരിഫൈ ആയി ചെയ്യുക. അത് പേരിൽ മാത്രമല്ല, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്താണോ ചേഞ്ച് വന്നത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അപ്പോൾ അടുത്ത കേസ്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് എങ്ങനെ വരും? അപ്പോൾ ഈ ടീച്ചറുടെ പേര് ശോഭനകുമാരി കെ എന്നാണ്, വൈ എന്നാണ് അവസാനം കിടക്കുന്നത്. ആക്ച്വലി ടീച്ചറുടെ പേരിൻ്റെ അവസാനം ഐ ആണ്, ഐ കെ എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടീച്ചറുടെ പ്രൊഫൈൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ആധാർ നമ്പറും ഇതൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ നെയിമിൽ വൈ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ടീച്ചർക്ക് മുമ്പാച്ച ടീച്ചർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ടീച്ചർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ സ്പെല്ലിങ് നമ്മൾ കറക്റ്റാക്കി കൊടുക്കുകയാണ്. കറക്റ്റായി കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നമുക്ക് ആധാർ വെരിഫൈ ആവും. അത് പെട്ടെന്നാവില്ല, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാവും. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കൗണ്ട് സക്സസ്ഫുള്ളി അപ്ഡേറ്റ്, പ്ലീസ് റീലോഗിൻ ടു വ്യൂ അപ്ഡേറ്റഡ് പ്രൊഫൈലിന്. നമ്മളൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ മാറ്റം കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഫൈലിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുകയാണ്. ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊന്നും കൂടി ലോഗിൻ ചെയ്യുകയാണ്. നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേരിൽ വന്ന മാറ്റം, ചിലപ്പോൾ ആധാർ വെരിഫിക്കേഷൻ പെട്ടെന്ന് നടന്നുകൊള്ളുന്നില്ല, ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ ഒരു ദിവസം എടുക്കുക, ചിലപ്പോൾ 48 മണിക്കൂർ എടുക്കുക, സമയം എടുക്കുന്നുണ്ട്, ചിലപ്പോൾ പെട്ടെന്നും ആവാം. ഞാനൊരു പ്രൊഫൈൽ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിൻ്റെ തന്നെ ആയിട്ടുമുണ്ട്. അപ്പോൾ ടീച്ചറുടെ പ്രൊഫൈൽ ഓപ്പണായി വന്നു. ഓപ്പണായി വന്ന സമയത്ത് ഇപ്പോഴും കിടക്കുന്നത് നിങ്ങൾക്ക് പേര് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ശോഭനകുമാരി കെ തന്നെയാണ് മീതെ അതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൈ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ആ മാറ്റം വന്നത് കാണാൻ പറ്റും. ഇവിടെ ഐ എന്നായിട്ടുണ്ട്. ഇനി ആധാർ വെരിഫൈ ആവാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തു എന്ന് വരാം ആധാർ. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് ശരിയായിക്കോളും. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ മതി, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിക്കോളും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ആധാർ വെരിഫൈ ആവേണ്ടതാണ്. ഈ കേസ് നിങ്ങൾക്കപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം തിരുത്തിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കേസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഫൈലിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്തിട്ട് അടുത്ത ടീച്ചറിൽ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ആ ടീച്ചറിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആ കേസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ഡീറ്റെയിൽസ് ഒന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് അടിക്കുകയാണ്. ടീച്ചറുടെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യമായിട്ട് അടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മോറ് പോയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം വ്യൂ പ്രൊഫൈൽ ഉണ്ടാവും. ടീച്ചറുടെ പേരും അതേപോലെ പേരിൻ്റെ അടിയിൽ വ്യൂ പ്രൊഫൈൽ ഉണ്ടാവും. ആ വ്യൂ പ്രൊഫൈൽ അമർത്തിയിട്ട് നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒന്നും അടിച്ചില്ല. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക. ഈ പറയുന്ന പോലെ ആധാർ നമ്പറും ബാക്കി കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കുക. ഇൻബിൽട്ടായിട്ട് ഫോൺ നമ്പർ ഉണ്ടാവും, അതേപോലെ അംഗൻവാടി സെൻറ്ററും സെൻറ്റർ കോഡും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ഇതൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് അടിച്ചു കൊടുക്കണം. ആധാർ നമ്പർ ആയാലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ആദ്യം ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിന് കറക്റ്റായിട്ട് പേര് അടിച്ചു കൊടുക്കുക. ഓൾറെഡി ഉള്ള പേര് കറക്റ്റായിട്ടാണ് കിടക്കുന്നത് വെച്ചാൽ പിന്നെ മാറ്റൊന്നും വേണ്ടത്, അങ്ങനെ കടന്നോട്ടെ. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, വെറും ചിലരുടെ ആധാർ കാർഡ് പുതുക്കിയില്ലെങ്കിൽ വെറും കൊല്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ആധാർ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഉള്ളവർക്ക് നോർമലായിട്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരാണെങ്കിൽ ആ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വെറും ഇയർ ഉള്ളവർ മാത്രം ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ ആധാർ എടുത്തിട്ട് പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇനി അടുത്തുള്ളത് ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ്. മൊബൈൽ നമ്പർ ക്യാഷ് ഫോൺ നമ്പറിനായിരിക്കും ഇയർ ഓഫ് എക്സ്പീരിയൻസ് അടിക്കുക. ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ പുതുതായി ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അത് ആ കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ എഡ്യൂക്കേഷൻ എന്താണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇയർ ഓഫ് എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്ക് പോയിൻ്റ് വെച്ചൊന്നും ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇവിടെയും കാണിക്കുന്നതാണ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മോർ പോയിട്ട് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യാണ്. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. അതിനുശേഷം ഒന്നും കൂടി ലോഗിൻ ചെയ്യാണ്. നമ്മുടെ സാധാരണ പോലെ മൊബൈൽ നമ്പറും അതേപോലെ എംപിന്നും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് നോക്കാം പ്രൊഫൈലിൽ ആ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന പോലെ വ്യൂ പ്രൊഫൈൽ എടുക്കാം. മോറിലുള്ള വ്യൂ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് അത് ലോഡായിട്ട് വരും. ലോഡായിട്ട് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്ഡേറ്റ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തോ ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വട്ടം കൂടി ഒന്നും കൂടി ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. സാധാരണ ഒരു വട്ടം ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ ഇവിടെ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ലോഗ് ഔട്ട് ചെയ്യുക. ചിലപ്പോൾ ഡാറ്റ ഫെച്ച് ആവാത്തതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും. ഒന്നും കൂടി ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് നമ്മൾ അംഗൻവാടി മെയിൻ പേജിൽ നിന്ന് വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചറുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് ഈ ടീച്ചർ നമ്മൾ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ എടുത്തിട്ട് അപ്പോൾ വ്യൂ പ്രൊഫൈൽ അമർത്തുന്ന സമയത്ത് ആ ഡാറ്റ ലോഡാവും. നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഡാറ്റയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ചു കൊടുത്ത എല്ലാ ഡാറ്റയും വന്നിട്ടുണ്ട്. ഇനി ആധാർ വെരിഫൈ ആവുക വേണ്ടു. അതിൻ്റെ ഒരു സമയം എടുക്കുന്നുള്ളൂ. നമ്മൾ നോക്കി നോക്കാം. ആധാർ വെരിഫൈ ആവാൻ ചിലപ്പോൾ പെട്ടെന്നാവില്ല, ചിലപ്പോൾ പെട്ടെന്നാവും. നമുക്ക് ഈ പ്രൊഫൈലിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ 2 ടീച്ചർമാരുടെ ആയിരുന്നു. ഒന്ന് പേര് മാറ്റിയായിരുന്നു. പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഒരു ടീച്ചറുടെ പുതുതായിട്ട് ഫുൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിരുന്നു. അതിലൊക്കെ എന്താ മാറ്റം വന്നിരിക്കുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. ആദ്യം നമുക്ക് ആ പേര് മാറ്റിയ ടീച്ചറുടെ, അതായത് സ്പെല്ലിംഗ് ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ അടിച്ചിരുന്നല്ലോ, അത് ആ ടീച്ചറുടെ പ്രൊഫൈലിൽ എന്താ മാറ്റം വന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ടീച്ചറെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്തിട്ട് ഓപ്പണായി വരും. ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേര് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇവിടെയും പേര് കറക്റ്റായി വന്നിട്ടുണ്ട്. വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് ഇവിടെയും പേര് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആധാർ നമ്പർ വെരിഫൈ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം. ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. പക്ഷേ ഈ രണ്ടിടത്തും പേര് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആധാരത്ത് അതേപോലെ പേരും വന്നിട്ടുണ്ട്. നമുക്കിനി ലോഗൗട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് പേര് മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഈ അടുത്ത ടീച്ചറെ നമുക്ക് നോക്കണം. ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്തിട്ട് അടുത്ത ടീച്ചർ ഇതേപോലെ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കി നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആ ടീച്ചർ നമ്മൾ പ്രൊഫൈൽ ഏതാണ്ട് ഫുള്ളായിട്ട് മാറ്റം വരുത്തി അടിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അപ്പോൾ പ്രൊഫൈൽ വരും. പേരൊക്കെ വന്നിട്ടുണ്ട്. പേര് മുമ്പ് തന്നെ ഉള്ളായിരുന്നു. വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് എന്താണ് മാറ്റം വന്നിട്ട് നോക്കി നോക്കുക. വ്യൂ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അടിച്ചു കൊടുത്ത ഡാറ്റ ആധാർ നമ്പർ വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. ഒരു പച്ച കളറിലൊക്കെ, പിന്നെ അത് ആഷ് കളറും വന്നിട്ടുണ്ടാവും. ഇനി അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടീച്ചർ നമ്മൾ അത് കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്താണ്. പക്ഷേ ഈ ടീച്ചറുടെ ആധാർ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുക. ഈ ടീച്ചർ ഇപ്പോൾ ആധാർ വെരിഫൈ ആയിട്ടുണ്ട്. മറ്റേ ടീച്ചർ ആവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി നോക്കാനുള്ള ഈ അപ്ഡേറ്റിൽ ഒന്ന് മാൻഡേറ്ററി ആയിട്ട് അടിക്കേണ്ട ഒരു കാര്യം പറഞ്ഞതിൽ വർക്കറുടെയും ഹെൽപ്പർ, അതും കൂടി നമുക്ക് നോക്കാം. വർക്കറുടെ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആധാർ നമ്പറിൻ്റെ അവിടെ ഒരു സ്റ്റാർ, നെയിമിൻ്റെ അവിടെ ഒരു സ്റ്റാർ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ ഒരു സ്റ്റാർ, അതേപോലെ മൊബൈൽ നമ്പറിൻ്റെ അവിടെ ഒരു സ്റ്റാർ. കാരണം അതൊക്കെ മാൻഡേറ്ററി ആണ്. അതായത് നിർബന്ധമായിട്ട് അത് അടിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ സബ്മിറ്റ് ആവുള്ളൂ, അല്ലാതെ സബ്മിറ്റ് ആവില്ല. ഇതെല്ലാം നമുക്ക് മൊബൈൽ നമ്പർ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആഷ് കിടക്കുന്നത്, ബാക്കിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ അപ്ഡേറ്റ് വഴി. അതേപോലെ തന്നെ താഴെയുള്ള അംഗൻവാടി സെൻറ്റർ നമ്പർ, അംഗൻവാടി സെൻറ്റർ കോഡും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളൊന്നും മാൻഡേറ്ററി ഇല്ല. അത് ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സബ്മിറ്റ് ആവും. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്താൽ മാത്രമേ സബ്മിറ്റ് ആവുള്ളൂ. എക്സാമ്പിളായിട്ട് നമുക്കൊരു കാര്യം നോക്കി നോക്കാം. ഇതൊരു അംഗൻവാടി ടീച്ചറുടെ പ്രൊഫൈലാണ്. ഇവിടെ നമ്മൾ ആധാർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും അടിക്കാതെ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്യാൻ നോക്കും. മുമ്പ് സബ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് മീതൊരു മെസ്സേജ് കാണും. കണ്ടോ, ദ ഫീൽഡ് ഈസ് റിക്വയർഡ്, ദിസ് ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് കാണാം. അതായത് ആ സ്റ്റാറുള്ള മാൻഡേറ്ററി ഫീൽഡ് കൂടി അടിച്ചാൽ മാത്രമേ സബ്മിറ്റ് ആവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അംഗൻവാടി ഹെൽപ്പർമാരുടെ കേസ് നോക്കി നോക്കുക. അംഗൻവാടി ഹെൽപ്പർമാരുടെ സ്ഥാനത്ത് അവരുടെ ഫോൺ നമ്പർ ഓട്ടോമാറ്റിക്കായി ഡാഷ്ബോർഡിൽ നിന്ന് ഫെച്ച് ആവുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ആഷ് കളർ കിടക്കാത്തത്. പക്ഷേ മാൻഡേറ്ററി ആയിട്ടുള്ളത് ആധാർ നമ്പറും പേരും ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ ജെൻഡറുമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ജെൻഡർ ഓട്ടോമാറ്റിക്കായി ഫീമെയിൽ കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ കറക്റ്റായി എൻ്റർ ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. അതേപോലെ അംഗൻവാടി സെൻറ്ററും അംഗൻവാടി കോഡും ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ സബ്മിറ്റ് ആവുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. പോഷൻ ട്രാക്കറിൻ്റെ പുതിയ അപ്ഡേറ്റായ 20.3.1 പ്രകാരം നിങ്ങൾക്ക്
അംഗൻവാടി വർക്കർ ഹെൽപ്പർ പ്രൊഫൈൽ അപ്ഡേറ്റ് ഒരു ഹെൽപ്പാണ്. അതായത് അംഗൻവാടി വർക്കർമാർക്ക് അവരുടെ പ്രൊഫൈലത്തെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് കറക്റ്റായിട്ട് ആധാർ വെരിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ആധാർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഗ്രീൻ ടിക്കും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പല കേസുണ്ട്. ഓൾറെഡി ചെയ്തത് ആധാർ വെരിഫൈ ആയ പച്ച ടിക്ക് വരും. എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്തിയിട്ട് അവർ കറക്റ്റാക്കിയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യുക. കുറച്ച് ദിവസത്തിനുള്ളത് ആധാർ വെരിഫൈ ആവും. ഇനി അതല്ല, ഇനി ഒന്നും അടിക്കാത്തവരാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ അടിക്കുക, എന്നിട്ട് ആധാർ വെരിഫൈ ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് മാൻഡേറ്ററി ആയിട്ട് കുറച്ച് ഫീൽഡുകൾ വന്നിട്ടുണ്ട്. അത് വർക്കറുടെ കേസായാലും ഹെൽപ്പറുടെ കേസാണെങ്കിലും, അതായത് ഫോൺ നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് ക്യാഷ് ഫോണിൽ നിന്ന് കിട്ടും വർക്കർമാരുടെ കേസിൽ. പിന്നെ പേര്, അതേപോലെ ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കറക്റ്റായിട്ട് അടിക്കുക. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായി അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റും അതേപോലെ പോഷൻ ട്രാക്കറിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ പ്രൊഫൈൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്